രാഹുൽ ഗാന്ധിയുടെ കൈകൾക്കും കാലുകൾക്കും പൂട്ടിട്ട പ്രതിപക്ഷത്തെ നേതാക്കൾ. ഒടുവിലിതാ ബീഹാറിലെ ലാലു പ്രസാദ് യാദവും രാഹുലിനെ കൈവിട്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം ഒഴിയണമെന്നും മമതാ ബാനർജിയെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു എന്നും ലാലു പ്രസാദ് യാദവ്. ഇന്ത്യ മുന്നണിയിലെ മാത്രമല്ല, രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്. ഇന്ത്യ മുന്നണിയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിശ്വാസമില്ല. രാഹുൽ ഗാന്ധിയുടെ കീഴിൽ ഇന്ത്യ മുന്നണി ഒരിക്കലും ഇന്ത്യയിൽ അധികാരത്തിൽ വരില്ല. രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇന്ത്യ മുന്നണിക്ക് സമ്പൂർണ്ണ പരാജയമായിരിക്കും സംഭവിക്കുക. പണ്ട് ലാലു പ്രസാദിന്റെ വീട്ടിൽ ചെന്ന് രാഹുൽ ഗാന്ധി മട്ടൻ കറി പാചകം ചെയ്ത് വിളമ്പിയതും കുക്കിംഗ് കരവിരുത് കാട്ടിയതും നമ്മൾ മറന്നിട്ടില്ല. എന്നാൽ തിന്ന മട്ടന്റെ രുചിയെല്ലാം ലാലു പ്രസാദ് യാദവ് മറന്ന് രാഹുൽ നേതൃത്വം ഒഴിയണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. BJPയെ ഒഴിവാക്കി ഭരണം പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് 3 തവണ ഞങ്ങൾ അവസരം നൽകി. 15 കൊല്ലമാണ് അയാൾ കളഞ്ഞത്. BJP രാജ്യത്ത് ശക്തി പ്രാപിച്ചത് രാഹുൽ മൂലമാണ്. രാഹുലിന് കഴിവില്ലാത്തതിനാലാണ് മോദി വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നും RJD വ്യക്തമാക്കുന്നു. ഇതോടെ രാഹുൽ നേതൃത്വമൊഴിഞ്ഞ് മമതാ ബാനർജി ആ സ്ഥാനത്തേക്ക് വരണമെന്ന് പറയുന്നവർ RJD, ഉദ്ധവ് താക്കറെയുടെ ശിവസേന, തൃണമൂൽ കോൺഗ്രസ്, DMK, സമാജ്വാദി പാർട്ടി, NCP, ശരത് പവാർ വിഭാഗം തുടങ്ങി അനേകം കക്ഷികളാണ്. CPM-ഉം CPI-ക്കും ഈ നിലപാട് തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ ഏകദേശം എല്ലാ കക്ഷികളും തന്നെ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ കീഴിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഒരു കാലത്തും ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇന്ത്യ മുന്നണിയിലെ നേതൃത്വങ്ങൾ. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ അധികാര വടംവലി രൂക്ഷമായിരിക്കുന്നു. ഈ ഇന്ത്യ മുന്നണി എന്ന തട്ടിക്കൂട്ട് സംവിധാനത്തിന്റെ തുടക്കം മുതൽ അധികാരത്തിന്റെ വടംവലിയായിരുന്നു. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ഉയർത്തിക്കാട്ടിയത് രാഹുൽ ഗാന്ധിയുടെ അമ്മയും സഹോദരിയും മാത്രമാണ്. കോൺഗ്രസിനുള്ളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. നമുക്കറിയാം, ശശി തരൂര്, കപിൽ സിബൽ അടക്കമുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെ ചോദ്യം ചെയ്തവരാണ്. കോൺഗ്രസിൽ തലമുറ മാറ്റം വേണമെന്ന് പറഞ്ഞവരാണ്. കോൺഗ്രസിനുള്ളിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയവരാണ്. എന്നിട്ടും എന്ത് സംഭവിച്ചു? കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ നിലയ്ക്ക് ഖാർഗെയെ തിരഞ്ഞെടുത്തുവെങ്കിലും സ്റ്റിയറിംഗ് രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞതോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള എതിർപ്പ് അല്പമൊന്ന് ശമിച്ചതാണ്. എന്നാൽ പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഒടുവിലായി മഹാരാഷ്ട്രയിലെ കനത്ത പരാജയം, അതുപോലെ ഹരിയാനയിലെ പരാജയം, അങ്ങനെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയം കൂടി വന്നതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യ മുന്നണിയിൽ ഉയർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയാകാൻ ഇരുന്ന രാഹുലിന് ഇതോടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ഒത്താൽ അടുത്ത പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിൽ നിന്നാകുമെന്ന് ലാലു പ്രസാദും കൂടി പറയുകയാണ്. ഇന്ത്യ മുന്നണി സഖ്യത്തിലെ നേതാക്കന്മാർ ഓരോരുത്തരായി രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മയാണ് രാജ്യത്തെ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണം. രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മയാണ് രാജ്യത്ത് BJP ഇത്രത്തോളം വളരാൻ കാരണം. നരേന്ദ്രമോദി തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തിയത് രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മ കൊണ്ടാണ്. ഇങ്ങനെ രാഹുലിനെ നിർത്തി നാണം കെടുത്തുകയാണ് ലാലു പ്രസാദ് യാദവും മമതാ ബാനർജിയും അടക്കമുള്ള ആളുകൾ. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ മമതാ ബാനർജി ഇന്ത്യ മുന്നണിക്കുള്ളിൽ കലാപക്കൊടി ഉയർത്തിയിരുന്നു. അധികാരമെന്നത് മമതാ ബാനർജിക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയേക്കാൾ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് മമതാ ബാനർജി. അതുമാത്രവുമല്ല, രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ മമതാ ബാനർജിക്ക് അനുകൂലമായ നിരവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾക്കൊപ്പം DMK-യും ലാലു പ്രസാദും അതുപോലെ തന്നെ ശരത് പവാർ അടക്കമുള്ള നേതാക്കളും മമതാ ബാനർജിയുടെ പിന്നിലേക്ക് അണിനിരക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി കസേര ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കും. രാഹുൽ തുന്നിവെച്ച പ്രധാനമന്ത്രി കുപ്പായം ഇനി മറ്റാർക്കെങ്കിലും നൽകാം. അത് ഏറെക്കുറെ മമതാ ബാനർജി കൈമാറിയിട്ട് വീട്ടിൽ പോയിരിക്കാനുള്ള സാഹചര്യമാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ളത്.
പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പോലും രാഹുൽ ഗാന്ധി പരാജയമാണെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. ലോക്സഭയിലും രാഹുൽ ഗാന്ധി പരാജയമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കാനോ നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനോ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. രാജ്യത്തെ BJP ഇതര പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന അണികളെ ഒക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ആക്ഷേപം. നേരത്തെ ഭാരത് ജോഡോ യാത്ര നടത്തി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്തു രാഹുൽ ഗാന്ധി. അന്ന് രാഹുൽ ഗാന്ധി ഗ്രാസ് റൂട്ട് ലെവൽ ഏറ്റവും താഴെ തട്ടിൽ ഉണ്ടാക്കിയെടുത്തൊരു ഓളമുണ്ട്. ആ ഓളത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു പിടിക്കും, കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊക്കെ ചില സൂചനകളുണ്ടായിരുന്നു. തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഭേദപ്പെട്ട പ്രകടനമാണ് രാഹുൽ ഗാന്ധി കാഴ്ചവെക്കുകയും ചെയ്തത്. എന്നാൽ അതിന് ശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റു തുന്നം പാടുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ചില നേതാക്കന്മാരുടെ ചട്ടുകമാണ്, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് പോലുമില്ല. KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളുടെ പെട്ടിതാങ്ങികളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ മന്ത്രിക്കുന്നത് മാത്രം ചെയ്തുകൊണ്ട് നിരന്തരം അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് വീഴുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവില്ല, സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. രാജ്യത്തെ നയിക്കേണ്ട, പ്രധാനമന്ത്രി കസേരയിലിരിക്കേണ്ട ആൾ ഇത്രത്തോളം കഴിവുകെട്ടവനാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ. ഇവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് പകരം മമതാ ബാനർജി ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ തലപ്പത്തേക്ക് വരുന്നത്. പ്രതിപക്ഷ നേതാവായി മമതാ ബാനർജി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. അടുത്ത പ്രധാനമന്ത്രി ഒരു വനിതയായിരിക്കണം, അടുത്ത പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിൽ നിന്നായിരിക്കണം, അടുത്ത പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യതയുള്ളത് മമതാ ബാനർജിക്കാണെന്ന് ലാലു പ്രസാദ് യാദവ് മാത്രമല്ല ഇന്ത്യ മുന്നണി സഖ്യത്തിലെ ഒട്ടുമുക്കാൽ നേതാക്കന്മാരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മമതാ ബാനർജിക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുമെന്ന് DMK അടക്കം നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്വപ്നം ഒരിക്കലും നടപ്പിലാവില്ല എന്ന് തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയിട്ട് കണ്ണടയ്ക്കാമെന്ന സോണിയാഗാന്ധിയുടെ ആഗ്രഹവും ഒരിക്കലും നടപ്പാവാൻ സാധ്യതയില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി കുപ്പായം മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ഭാരതത്തിലുണ്ടായിട്ടുള്ളത്.